ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐറ്റം അല്ലേ മുട്ടത്തോരൻ. അതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, 5-6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പില, പിന്നെ ഒരു വലിയ സവോളയും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങാമുറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിടി തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കണം. ഈ എടുത്ത് വെച്ചതെല്ലാം നമ്മൾ ആദ്യം അരിഞ്ഞു വെക്കുവാണേ. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ സവാള കൊത്തി അരിഞ്ഞതും, പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ. ഇത് ഏറ്റവും സിമ്പിളാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഒരു പാൻ അടുപ്പിൽ വെച്ചു. നമ്മൾ എണ്ണ ചൂടായി തുടങ്ങിയപ്പോഴേക്കും ഈ അരിഞ്ഞു വെച്ചിരുന്നതെല്ലാം അതിലേക്ക് അങ്ങ് ചേർക്കുവാണേ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ സവോള, ഇതെല്ലാം കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിക്കുവാണ്. വല്ലാതെ ഒന്ന് മൂത്ത് പോകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഒരു പിടിയിലധികം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ അതിലേക്ക് ചേർക്കാം. ഒന്നും കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. മുട്ട പൊരിക്കുന്നതിന് പകരം ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം കൂടെ കിടന്ന് ഒന്ന് ജസ്റ്റ് വാടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ മുട്ട എടുക്കുവാണ്. മുട്ട എപ്പോഴും നമ്മൾ എന്ത് കുക്ക് ചെയ്താലും നേരിട്ട് ആ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടരുതെന്നാണ് പറയുക. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ലതെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒരു മുട്ട അതിലേതെങ്കിലും മോശമായിട്ടുള്ളതുണ്ടെങ്കിൽ ഈ കൂട്ടാൻ മുഴുവനും നമുക്ക് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഓരോ മുട്ടയായിട്ട് ഈ 3 മുട്ടയും പൊട്ടിച്ച് അത് നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കുവാണേ. പിന്നെ നമ്മളിതിലേക്ക് ആകെ പൊടിയായിട്ട് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ചിലരൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇടാറുണ്ട്, പക്ഷേ പേഴ്സണലി എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. മഞ്ഞപ്പൊടി വേണം എന്നുള്ളവർക്ക് ചേർക്കാം, മഞ്ഞപ്പൊടിയും ചിലർ ഗരം മസാലയും ഒക്കെ ചേർക്കാറുണ്ട്. അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ലത് ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട. ഇനിയിപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ മുട്ട നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അങ്ങനെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ആ മുട്ട നന്നായിട്ട് വെന്ത് തുടങ്ങിയപ്പോഴേക്കും നമുക്കിത് തീ ഓഫ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.